ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണേ. അപ്പോൾ എന്തായാലും ഈ പെയിൻറ്റ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ മേടിച്ചിരിക്കുന്നത് ഹിമി യുടെ ഗ്വാഷ് പെയിൻറ്റ് സെറ്റാണ്. ഒരു 112 കളേഴ്സ് വരുന്ന പെയിൻറ്റ് സെറ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കളർ ചാർട്ട് വരുന്നുണ്ട്. അതിനകത്ത് എല്ലാ കളേഴ്സിൻ്റെ പേരും നമ്പറും എല്ലാം ഇട്ടിട്ടാണ് ഈ കളർ ചാർട്ട് വരുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. പിന്നെ ഇതിനൊരു ഹാൻഡിലുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ളൊരു ഹാൻഡിലാണ്. ഔട്ട്ഡോറൊക്കെ പോയി പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണത്. അപ്പോൾ എല്ലാ കളേഴ്സും തന്നെ വളരെ സെക്യൂറായിട്ട് സീൽ ചെയ്താണ് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സിൽവർ ഫോയിലിൻ്റെ ലിഡിനകത്ത് കുറച്ച് പെയിൻ്റൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ വളരെ ഒപ്പേക്കായിട്ടുള്ള കളേഴ്സാണ് ആൻഡ് വൈബ്രൻറ്റും ആയിട്ടുള്ളൊരു കളേഴ്സാണ്. ഗ്വാഷ് പെയിൻറ്റിനെ കുറിച്ച് പലർക്കും അറിയായിരിക്കും. ഇതൊരു ഒപ്പേക്ക് വാട്ടർ കളറാണ്. പിന്നെ സിമിലർ ടു അക്രൈലിക് പെയിൻറ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാം ഇൻ ഒപ്പേക്ക് പെയിൻറ്റിങ് സ്റ്റൈൽ. പിന്നെ ചില ആൾക്കാരിത് കംപ്ലീറ്റ്ലി പീൽ ചെയ്ത് കളയുന്നില്ല. അപ്പോൾ അത് മോൾഡ് ആവാണ്ടിരിക്കാനും പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാൻ എന്തായാലും ഇത് ഫുള്ള് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കളേഴ്സ് എല്ലാം ഒന്ന് കാണുകയും ചെയ്യാം. പിന്നെ പെട്ടെന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പെയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. പിന്നെ ഇത്രയും കളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മിക്സിങ് ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ബ്രഷ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ, അത്രയ്ക്കും വാട്ടർ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടത് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇതിലൊരു 2-3 കളേഴ്സ് ഒഴിച്ചു കഴിഞ്ഞ് ബാക്കി എല്ലാ കളേഴ്സും തന്നെ വളരെ ഒപ്പേക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ബ്ലെൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടാണ് തോന്നണേ. ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അക്രൈലിക് പെയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റിൻ്റെ പോലെ വളരെ തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പം നൈഫിലൊക്കെ എടുത്ത് വളരെ തിക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്ന അക്രൈലിക് പെയിൻറ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് ഈ ഗുവാഷ് പെയിൻറ്റിന് പറ്റില്ല എന്നാണ്, അത് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നുണ്ട്. പക്ഷേ അത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.